ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ റൈസ് നമുക്കൊരു 2 മണിക്കൂറൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും അതുപോലെ തന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗീയോ ബട്ടറോ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിൽ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ചേർത്ത് കൊടുക്കാം. എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ടൈം നമുക്ക് ഉപ്പ് ഓൾറെഡി ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നല്ലോണം മിക്സായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടതാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.